ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ക്ലൗഡ്സ് തമ്മിൽ എങ്ങനെയാണ് സിങ്ക് ചെയ്യണേ എന്നുള്ളതാണ്. ഓൺലൈൻ വഴി എങ്ങനെ സിങ്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോണത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോണത് മൾട്ട് ക്ലൗഡ് എന്ന് പറയുന്ന സർവീസാണ്. ഇത് 5 GB ഫ്രീ ആണ്. ഫ്രീ സിങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ മൾട്ട് ക്ലൗഡ് ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ ഡ്രൈവ്, അതേപോലെ തന്നെ വൺ ഡ്രൈവ്, ഡ്രോബോക്സ്, അതുപോലെ തന്നെ iCloud ഡ്രൈവ്, ആമസോൺ S3 ഓൺ ക്ലൗഡ്, അങ്ങനെ പല ക്ലൗഡ് സ്റ്റോറേജുകളെ തമ്മിൽ നമുക്ക് സെൻട്രലൈസ് ചെയ്ത് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൾട്ട് ക്ലൗഡ് എന്ന് പറയുന്ന ഈ സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ബൈ ഡിഫോൾട്ട് 5 GB അടുത്ത് നമുക്ക് ഫ്രീ ആണ്. അത് നമുക്ക് വേണ്ട മെയിൻ ബാക്കപ്പുകൾ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ഡ്രൈവിലേക്ക്, അതായത് മറ്റൊരു ഓൺലൈൻ ലൊക്കേഷനിലേക്ക് നമുക്ക് സിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ബ്രൗസർ എടുക്കുക, ഗൂഗിൾ ക്രോം എടുക്കുക. അതിനുശേഷം മൾട്ട് ക്ലൗഡ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് multcloud.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോകാൻ പറ്റും. ഇത് ഒരു ഫ്രീ അക്കൗണ്ടാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ തൊട്ട് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രീ ആണ്. നമുക്ക് 5 GB അത് മൾട്ടിപ്പിൾ ക്ലൗഡ് തമ്മിൽ സിങ്ക് ചെയ്യാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ആദ്യം അതിൽ ലോഗിൻ ചെയ്യാണ്. ഗെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ അപ്പ് ചെയ്യാൻ കഴിയും. അതിനുശേഷം ഗൂഗിൾ സർവീസോ ഫേസ്ബുക്ക് സർവീസോ അതല്ലെങ്കിൽ ആപ്പിൾ ID ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സൈൻ അപ്പ് ചെയ്യാൻ കഴിയും. അല്ലാത്ത പക്ഷം നമുക്കൊരു കമ്പനി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈനിങ് വിത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. ഞാനിവിടെ ഗൂഗിൾ സർവീസ് ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. ഇമെയിൽ ID അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ സൈൻ അപ്പ് ചെയ്യാൻ കഴിയും. നമ്മൾ ഗൂഗിളിൽ സൈൻ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് അതിനകത്ത് തന്നെ മൾട്ട് ക്ലൗഡും ലോഗിൻ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോണത്. സ്റ്റാൻഡേർഡ് ഫീച്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 GB വരെ ഇതിൽ സിങ്ക് ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ടാണ് ഇതിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റും ആഡ് ക്ലൗഡ് എന്ന് പറയട്ടെ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് 2 തരം ക്ലൗഡ് സർവീസുകളാണ് ഉള്ളത്. പേഴ്സണൽ ക്ലൗഡ് സർവീസും ബിസിനസ് ക്ലൗഡ് സർവീസും. ഈ 2 ക്ലൗഡ് സർവീസുകളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡ്രൈവിൽ നിന്ന് മറ്റൊരു ഡ്രൈവിലേക്ക് നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഓൺലൈൻ സർവീസിൽ നിന്ന് മറ്റൊരു ഓൺലൈൻ സർവീസിലേക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ട്രാൻസ്ഫറിങ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു PC ഓൺലൈനായി വെക്കേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് മാത്രം മതി. അതേപോലെ തന്നെ സിങ്കും കാര്യങ്ങളും കോൺഫിഗർ ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് തന്നെ സിങ്ക് ആവുകയും ചെയ്യും. പേഴ്സണൽ ക്ലൗഡ് സർവീസിൽ മെയിനായിട്ട് വരുന്നത് ഗൂഗിൾ ഡ്രൈവ്, ഓൺ ഡ്രൈവ്, ഡ്രോബോക്സ്, അതേപോലെ തന്നെ മെഗ, FTP SQL സർവീസ്, iCloud, pCloud, അതേപോലെ തന്നെ പല സർവീസുകളും ഇതിൻ്റെ അകത്ത് തന്നെ ബിൽറ്റിൻ ആയിട്ട് ആഡഡ് ആണ്. ഈ സർവീസുകളെ പരസ്പരം സിങ്ക് ചെയ്യുന്നതിന് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ബിസിനസ് ക്ലൗഡ്സിൽ ഗൂഗിൾ ഡ്രൈവ്, ഓൺ ഡ്രൈവ്, ഡ്രോബോക്സ്, ബോക്സ്, അങ്ങനെയുള്ള പല സർവീസുകളും നമുക്ക് ബിസിനസ് ക്ലൗഡ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓഫീസ് യൂസിനായിട്ട് ഉപയോഗിക്കുന്ന ബിസിനസ് ക്ലൗഡ് സർവീസുകളെ നമുക്ക് ഇതിന് സിങ്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള വൈറസ് അറ്റാക്കുകളെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഏതെങ്കിലും ഒരു PCയിൽ നമ്മൾ ഈ ഡ്രൈവുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു വീക്കിലിയോ മന്ത്ലിയോ ആയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ക്ലൗഡിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവാണ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ പോണത്. ആദ്യം ഗൂഗിൾ ഡ്രൈവിൻ്റെ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ സൈൻ ഇൻ ചോദിക്കും. ഗൂഗിൾ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഗൂഗിൾ ഡ്രൈവ് ആഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ സെയിം ഇമെയിൽ ID തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് അലോ മാത്രം പ്രസ് ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ നമുക്ക് ഡ്രോപ്പ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ബോക്സ് പ്രസ് ചെയ്യാം. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ക്ലൗഡ് സർവീസിന് വേണമെങ്കിലും ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഗൂഗിൾ ഡ്രൈവിനെ ഓൾറെഡി ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ബോക്സിനാണ്. ഡ്രോപ്പ് ബോക്സിനെ ഞാനിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രോപ്പ് ബോക്സിൽ ലോഗിൻ ചെയ്യാം. അത് എത്തരത്തിലുള്ള ഒതൻറ്റിക്കേഷൻ ആണോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാൻ അതേ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ട് ഡ്രോപ്പ് ബോക്സിലും ലോഗിൻ ചെയ്തു. ഇവിടെ നമുക്ക് നമ്മുടെ ഡാറ്റ അതിലേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. അതുകൂടാണ്ട് പല ക്ലൗഡ് സർവീസുകളും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഓൾറെഡി ഗൂഗിൾ ഡ്രൈവും അതുപോലെ തന്നെ എൻ്റെ ഡ്രോപ്പ് ബോക്സും ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡ്രോപ്പ് ബോക്സും ഗൂഗിൾ ഡ്രൈവും എങ്ങനെയാണ് സിങ്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ലൗഡ് സിങ്ക്. ക്ലൗഡ് സിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലൗഡിൽ നിന്ന് വേറൊരു ക്ലൗഡിലേക്ക് സിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലൗഡ് സിങ്ക് ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഫോൾഡറാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്വിച്ച് ചെയ്ത് 2-way സിങ്ക്, അതായത് ഗൂഗിൾ ഡ്രൈവ് ടു ഡ്രോപ്പ് ബോക്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വൈസ് വേഴ്സ, അതേപോലെ തിരിച്ചും നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. രണ്ടിലും നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താൽ അതിനനുസരിച്ചിട്ട് 2 ലൊക്കേഷനിലും സിങ്ക് ചെയ്യാൻ പറ്റും.
ടു വേ സിങ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് മൾട്ടി സെലക്ഷൻ സപ്പോർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് താഴെ കാണുന്ന മൾട്ടി സെലക്ട് എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ഉള്ളത്. ഇവിടെ നമുക്ക് നേരിട്ട് ഫോൾഡർ ആഡ് ചെയ്യാനും നമുക്ക് പറ്റും. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇതിന്റെ വേറൊരു ഫീച്ചറാണ് റിയൽ ടൈം സിങ്ക്. അതായത് നമ്മൾ ഒരു ഡാറ്റ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ റിയൽ ടൈം ആയിട്ട് തന്നെ നമ്മൾ ഇടുന്നതോടുകൂടി തന്നെ റിയൽ ടൈം ഡാറ്റ ആയിട്ട് സിങ്ക് ചെയ്യാനും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റിയൽ ടൈം സിങ്ക് ഉണ്ട്, നോർമൽ സിങ്ക് ഉണ്ട്. ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സിങ്ക് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇമെയിൽ, നമുക്ക് നോട്ടിഫിക്കേഷൻ അത് വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാം. ഏത് ഇമെയിൽ ഐ ഡിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വേണമെന്നുള്ളത് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാം. അതേപോലെ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫയൽ എക്സ്റ്റൻഷൻസിനെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സിങ്കിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ എക്സ്റ്റൻഷനെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഫോർമാറ്റ് ഫയൽസുകളൊന്നും സിങ്ക് ആവില്ല. അതിനുശേഷം സേവ് ചെയ്യാം. എന്നിട്ട് സിങ്ക് നൗ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിങ്ക് ആവുകയും ചെയ്യും. സിങ്ക് ആവുന്നത് കാണാൻ പറ്റും. ഇതിന് നമുക്ക് ടാസ്കിന് പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പേര് കൊടുക്കാം. ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ഫീച്ചർ അവൈലബിൾ ആണ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം സിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഷെഡ്യൂൾ ഓപ്ഷൻ്റെ പ്രത്യേകത. അത് വീക്കിലി വേണോ മന്ത്ലി വേണോ അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഷെഡ്യൂൾ ഫീച്ചേഴ്സ് പെയ്ഡ് വേർഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിവിടെ നോക്കുന്നത് സ്റ്റാൻഡേർഡ് എഡിഷൻ ആണ്. സ്റ്റാൻഡേർഡ് എഡിഷൻ പ്ലാനിൽ ഇത് അവൈലബിൾ അല്ല. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലൗഡ് ബാക്കപ്പ് ആണ്. ക്ലൗഡ് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ക്ലൗഡ് സിങ്ക് തന്നെ. ക്ലൗഡ് ബാക്കപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വേ ആണ്. അതായത് ഒരു സോഴ്സും ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലാണ് ക്ലൗഡ് ബാക്കപ്പ് വരുന്നത്. അതിൽ നമ്മൾ ഏതാണോ സോഴ്സ് അത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഏതാണോ ഡെസ്റ്റിനേഷൻ വേണ്ടത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലേക്ക് നമുക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സിങ്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം ബാക്കപ്പ് നൗ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ആവും. ടീം ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഒരു ഡാറ്റേനെ സിംഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം വഴി ഷെയർ ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്താണ് റിമോട്ട് അപ്ലോഡ്. ഈ റിമോട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫയലിനെ ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്ത് ക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ ലോക്കൽ ഡാറ്റ ഉപയോഗിക്കാണ്ട് തന്നെ ക്ലൗഡിലേക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് ആ ക്ലൗഡ് ലൊക്കേഷനിൽ തന്നെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡാണ് റിമോട്ട് അപ്ലോഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഏത് ലൊക്കേഷനിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ടോറന്റ് ഫയൽ ആണെങ്കിൽ ടോറന്റ് ഫയൽ നേരിട്ട് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള പല ഫീച്ചേഴ്സ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ലിങ്കിനെ നേരിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ HFS എന്ന് പറയുന്ന ഒരു ഫയൽ എങ്ങനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ലിങ്ക് അവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം ഏത് ക്ലൗഡാണോ സേവ് ടു ഏത് ക്ലൗഡാണോ എന്നുള്ളത് ആ ക്ലൗഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചാൽ മാത്രം മതി. അത് ഓട്ടോമാറ്റിക് ആ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക് സേവ് ആവുന്നത് കാണാൻ പറ്റും. അതായത് ഓട്ടോമാറ്റിക് ആ ലൊക്കേഷനിൽ നിന്ന് ഡ്രൈവിലേക്ക് ഏതാണോ ക്ലൗഡ് ഡ്രൈവ് ആ ക്ലൗഡ് ഡ്രൈവിലേക്ക് ഡൗൺലോഡ് ആകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ലൈവ് സ്റ്റാറ്റസ്, നമുക്ക് സിങ്കിങ്ങിന്റെ ലൈവ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ടാസ്കിന്റെ ലൈവ് സ്റ്റാറ്റസ് നമുക്ക് ടാസ്ക് ലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഈ മന്ത് നമ്മൾ ഉപയോഗിച്ച ഡാറ്റ ട്രാഫിക് സ്റ്റാറ്റസ് നമുക്ക് അതിന്റെ ടോപ്പിൽ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഡാറ്റ ട്രാഫിക് നമുക്ക് അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഓരോ മാസവും ഇവിടെ നമ്മൾ ഓരോ 5 GB നമുക്ക് ഫ്രീ അവൈലബിൾ ആണ്, ഫ്രീ സിങ്ക് അവൈലബിൾ ആണ്. അത് ഓരോ മാസവും അതിൻ്റെ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു മാസം 5 GB ഫിനിഷ് ആയി കഴിഞ്ഞാൽ അടുത്ത മാസം 5 GB നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കപ്പ് സെലക്ട് ചെയ്തു. ഞാൻ സിങ്ക് നൗ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിങ്ക് ആവുകയും ചെയ്യും. ഇനി ഈ ആഡ് ചെയ്ത ക്ലൗഡിനെ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും റിമൂവ് ചെയ്യാം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് റിമൂവ് കൊടുത്താൽ മാത്രം മതി. ആ ക്ലൗഡ് ട്രാൻസ്ഫർ ഫീച്ചേഴ്സ് മാത്രമാണ് അത് പോകുള്ളൂ. ഒരിക്കലും അതിൻ്റെ അകത്തുള്ള ഡാറ്റ ലോസ് ആവില്ല. ഇനി റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീനെയിം ചെയ്ത് വെക്കാനും പറ്റും. ഇനി നമുക്ക് ഇതിലൊരു യൂസറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സബ് അക്കൗണ്ട് ഒരു യൂസറിനെ ആഡ് ചെയ്യാനും അതിൻ്റെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും.
ആ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് വേറെ ആൾക്ക് ലോഗിൻ ചെയ്യാനും ഡാറ്റ ഷെയർ ചെയ്യാനും പറ്റും. ഓൾറെഡി ഒരു മൾട്ട് ക്ലൗഡ് അക്കൗണ്ട് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഷെയർ ചെയ്യുന്ന ഡാറ്റയ്ക്ക് നമുക്ക് പെർമിഷൻ സെറ്റ് ചെയ്യാം. റീഡ് ആണോ വേണ്ടത്, റൈറ്റ് ആണോ വേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.